guys, welcome back to another episode of Minecraft Let's Play Series. Minecraft Let's Play Series ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓട്ടോമാറ്റിക് കൗ ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഫുഡിന് വേണ്ടിയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുഡിന് വേണ്ടി ഒരു മീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ ഫുഡിന്റെ പരിപാടി തീർക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് കാര്യമായിട്ട് വർക്ക് ചെയ്യണില്ല. അത് നേരെയൊക്കെ നോക്കിയിട്ട് നടക്കുന്നുമില്ല. അപ്പൊ ഗൈസ് അതൊരു വമ്മ ഫ്ലോപ്പ് ആയിരുന്നു. അത് ആരും ബിൽഡാണ്. അപ്പൊ ഇന്നത്തെ ബിൽഡ് നമ്മൾ ചെയ്യാൻ പോകണം. അധികം പറഞ്ഞ് പോരടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാട്സ് അപ്പ് ഗൈസ്, ഇറ്റ്സ് മീ നിഷാൻ ആൻഡ് യു ആർ വാച്ചിങ് നിഷാൻ പ്ലേസ്. അപ്പൊ ഗൈസ് ഇനി നമ്മളെപ്പോഴത്തെ പോലെ നമ്മള് സാധനങ്ങൾ കളിക്കുന്ന ടൈം ലാപ്സ് കളിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് ഇനി ബിൽഡ് ചെയ്യണത് നമുക്ക് ട്യൂട്ടോറിയൽ പോലെ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ബിൽഡ് ചെയ്യണതിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമ്മളിനി ആദ്യം ഒരു 6 ബ്ലോക്ക് സ്ട്രെയിറ്റ് കുഴിക്കുക. ഓക്കെ, പിന്നെ ഒരു 2 ബ്ലോക്ക് സൈഡിലേക്ക് കുഴിക്കുക. 3 അപ്പൊ ഗൈസ് ഞാൻ മൂടട്ടെ. ഓക്കെ, ഒരു ബ്ലോക്ക് കുഴിച്ചിട്ട് പിന്നെ നമ്മള് 2 ബ്ലോക്ക് കുഴിച്ചതിന് ശേഷം നമ്മള് 2 ഹോൾപാട് കളക്ട് ചെയ്യുക. അതിന്റെ ഇടയിൽ പിന്നെ നമ്മള് ഏതാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ ആ ബിൽഡിങ് സോൾ ബ്ലോക്ക് വെക്കുക. പിന്നെ ഇങ്ങനെ വരി വരി ആയിട്ട് ഒരു 4 ചെസ്റ്റ് കൂടി വെച്ചുകൊടുക്കുക. അതായത് 2 ഡബിൾ ചെസ്റ്റ്. അതിന്റെ ബാക്കിൽ ഒരു 4 ഹോപ്പർ കണക്ട് ചെയ്യുക. പിന്നെ ഇതേ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലെ ഇതേ ഇങ്ങനെ സൈഡിലേക്ക് അതിൽ ഫുള്ളായിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേ ഗൈസ് ഇങ്ങനെ ഇവിടെ ബിൽഡ് ചെയ്യുക. ബാക്കിൽ വെച്ച് വൃത്തിയാണ് അറിയാതെ വെച്ചാണ്. പിന്നെ ഇവിടെ ആ കോർണറിൽ ഒരു ബ്ലോക്ക് കൂടി അധികം വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇവിടെയും കൂടി വെക്കണം ഗൈസ് ഓരോ ബ്ലോക്ക്. ഇനി ഇതിലിടയിൽ നമ്മൾ ഓരോ ഡിസ്പെൻസർ വെച്ച് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഡിസ്പെൻസർ വെച്ച് കൊടുക്കുക. പിന്നെ അവിടെ കോബിൾ സ്റ്റോൺ വെക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഹോപ്പറിൻ്റെയൊക്കെ മുകളിൽ ട്രാപ്പ് ഡോർ വെക്കുക. ട്രാപ്പ് ഡോർ വെച്ച് കഴിഞ്ഞാൽ ഐറ്റംസ് കളക്ട് ചെയ്തും. പിന്നെ ഗൈസ് അതിന് മുകളിൽ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുക ഫ്രണ്ട് ഭാഗത്ത്. അതാവുമ്പോൾ നമുക്ക് അതിനുള്ളിൽ വരുന്നതൊക്കെ കാണാം. പിന്നെ ഗൈസ് ആ ഡിസ്പെൻസറിന്റെ ബാക്കിലും കുറച്ച് കോബിൾ സ്റ്റോൺ വെക്കുക. പിന്നെ ഈ സൈഡിലേക്ക് ഇതേ നമ്മൾ വെക്കണ പോലെ ഇങ്ങനെ അവിടേക്കും കോബിൾ സ്റ്റോൺ വെച്ച് കൊടുക്കുക. പിന്നെ അതിന്റെ മുകളിൽ റെഡ് സ്റ്റോൺ ഇങ്ങനെ വെച്ച് ആ ഡിസ്പെൻസറിലേക്ക് പോണ രീതിക്ക് കണക്ട് ചെയ്യുക. പിന്നെ ആ ബട്ടൺ വെക്കുക. പിന്നെ അതിന്റെ മുകളിൽ ഡിസ്പെൻസറിന്റെ മുകളിലും പിന്നെ അങ്ങനെ ചുറ്റിയിട്ട് ഫുള്ള് ഇങ്ങനെ സോളിഡ് ബ്ലോക്ക് വെക്കുക. പിന്നെ ഇങ്ങനെ ചെയിൻ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ച് കൊടുക്കുക. കൈസ് ഇത്ര വെച്ചാൽ ഫ്രണ്ടിൽ വെക്കണം. ഞാൻ അറിയാതെ വെച്ചതാണ്, ഞാൻ പൊളിച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ അവിടെയും ഗ്ലാസ് വെക്കാം, പിന്നെ കാണാം. പിന്നെ ലാഡർ വെക്കാം മുകളിലേക്ക് ഈസി ആക്സസിന് വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ മുകളിൽ ഫുള്ള് സ്ലാബ് വെച്ച് നിറച്ചു കൊടുക്കുക. അപ്പൊ ഗൈസ് ഇനി നമ്മള് കുറച്ച് പശുവിനെ ഇതിനുള്ളിൽ പൊടിച്ചിട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് പശുവിന് തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു വലിയ ചൊറ വരാനുണ്ട്. അല്ലെ കമ്പ്യൂട്ടറൊക്കെ എനിക്ക് സിമ്പിൾ ആയിരുന്നു. വെറുതെ ലെഫ്റ്റോ റൈറ്റോ ഒക്കെ വെച്ച് ഇങ്ങനെ മൗസിൽ അടിച്ചിട്ടായിരുന്നു. അപ്പൊ ഗൈസ് ഈ അടിയത്തെ ചേമ്പറിൽ കവ് കുട്ടി വന്നിട്ടുണ്ട്. ഇത് വലുതാവുമ്പോ ഗൈസ് അപ്പൊ നമുക്ക് നിൽക്കുമ്പോ ലാവില് കുക്കായി വരും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ബൈ ബൈ.